തൃശ്ശൂരിൽ നിന്ന് പാലക്കാട് എത്തിയപ്പോഴാണ് ട്ടോ ഞാൻ ഈ ഒരു ചായക്കടീനെ ആദ്യമായിട്ട് കാണുന്നതും പരിചയപ്പെടുന്നതും. ഇപ്പം ഇത് ഇടയ്ക്കിടയ്ക്ക് കഴിച്ചില്ലെങ്കിൽ ഒരു സുഖമില്ല. അപ്പോൾ അതൊന്ന് ഉണ്ടാക്കി നോക്കിയാലോ. ഇതിലായിട്ട് മെയിനായിട്ട് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ ചെറിയ ഉള്ളിയും സവോളയും 2 പച്ചമുളകും കറിവേപ്പിലും മല്ലിയിലയാണ് കേട്ടോ. പച്ചമുളക് ഞാൻ അധികമായിട്ട് എടുക്കുന്നില്ല, കാരണം കുഞ്ഞു കുട്ടികൾക്കൊക്കെ കഴിക്കുകയാണെങ്കിൽ കുറച്ച് പച്ചമുളക് കുറച്ച് തന്നെ എടുത്താൽ മതി. പിന്നെ അതിലേക്ക് മെയിനായിട്ട് വേണ്ടത് മൈദപ്പൊടിയാണ് കേട്ടോ. മൈദപ്പൊടിയും ഒരു 2 സ്പൂൺ കടലമാവും കുറച്ച് അരിപ്പൊടിയും കൂടി ചേർത്തിട്ട് നന്നായി ഉപ്പിട്ടിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കുക കേട്ടോ. ഒരുപാട് ലൂസായി പോകരുത്. അങ്ങനെ എല്ലാം മിക്സ് ആക്കിയിട്ട് ഒരു മണിക്കൂർ ഞാനിത് അടച്ച് വെക്കുന്നുണ്ട്, കാരണം നമ്മളിതിൽ സോഡാപ്പൊടി ഒന്നും ചേർത്തിട്ടില്ല. അങ്ങനെ 1 മണിക്കൂറിന് ശേഷം തുറന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ മാവ് ഏകദേശം ഒന്ന് സെറ്റായി കിട്ടിയിട്ടുണ്ടാവും. എന്നിട്ട് എണ്ണ ചൂടായിട്ട് അതിലേക്ക് സ്പൂണ് കൊണ്ട് കുറച്ചേശയായിട്ട് ഇത് ഇട്ട് കൊടുക്കുക കേട്ടോ. നല്ല ബോളായിട്ട് പൊന്തി വരുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കാം ഇത് നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കുന്നത്. അങ്ങനെ എണ്ണയൊന്നും ഇല്ലാതെ വേറൊരു പാത്രത്തിലേക്ക് കോരി മാറ്റുക. അപ്പോൾ ഇതിൻ്റെ പേരാണ് പക്കവട. നല്ല ചായയുടെ കൂടെ കഴിക്കാൻ നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. താങ്ക്